പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുന്ന ഏതൊരു പ്രവാസിയുടെയും ഒരേ ഒരു ആഗ്രഹമായിരിക്കും കടബാധ്യതകളൊക്കെ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളത്. അത് ഏതൊരു പ്രവാസിയുടെയും ഒരേ ഒരു ആഗ്രഹം അത് തന്നെയായിരിക്കും. ഇദ്ദേഹം 25 വർഷമായി പ്രവാസ ലോകത്ത് കഴിയുന്നത്. ജീവിതത്തിലെ മുക്കാഭാഗവും പ്രവാസ ലോകത്തായിരുന്നു ഇദ്ദേഹം കഴിച്ചുകൂട്ടിയത്. കൊറോണയുടെ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകൾ വന്നു. അതേ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഇക്കാമ പുതുക്കലും അങ്ങനെ വേണ്ട പല പ്രശ്നത്തിലും ഇദ്ദേഹം അകപ്പെട്ടിരുന്നു. അങ്ങനെ 8 വർഷമായി നാട്ടിൽ വരാതെ പ്രവാസ ലോകത്ത് കഴിയുന്നത്. ഒരു കണക്കിനും കടബാധ്യതകൾ തീർക്കാൻ പറ്റാതെ അങ്ങനെ താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് നാട്ടിൽ വരാനിരിക്കുകയാണ് ഈ ഒരു രാജ്യത്തെ നടുക്കിയ ഈ ഒരു വാർത്ത ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്. തളർന്നു പോയിട്ടുണ്ടാകും. പടച്ച റബ്ബിന്റെ അപാരമായ ആ ഒരു കഴിവ് കണ്ട് ഒന്ന് മാത്രമാണ് ഇദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത്. കുടുംബത്തിലെ 5 പേരെയാണ് സ്വന്തം മകൻ അടിച്ചു കൊന്നത് അതിക്രൂരമായി. കുടുംബത്തോടൊപ്പം ഒന്ന് സ്വസ്ഥമായി ജീവിച്ചിട്ട് ഒരുപാട് കാലമായി. ഈ കടബാധ്യതകളൊക്കെ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം കഴിയാൻ വേണ്ടി നിൽക്കുന്ന ഈ ഒരു പ്രവാസി കേട്ട വാർത്ത, സുബ്ഹാനല്ലാഹ്, കേട്ടവർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത നാടിനെ നടുക്കിയ ഒരു വാർത്ത. അപ്പോൾ ആ ഒരു മനുഷ്യൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ഒന്നുമല്ലാത്ത ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കുഞ്ഞു മോനെ അയാൾക്ക് കാണാൻ പറ്റിയോ? ആ കുഞ്ഞു മോൻ്റെ മയ്യത്ത് പോലും കാണാൻ പറ്റിയില്ല. തൻ്റെ കുഞ്ഞു മകന് ചുടുചുംബനം കൊടുക്കാത്ത കാലം എത്രയായി. അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും വന്ന് താൻ സ്നേഹിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും കാണാതെ ആ പൊട്ടിക്കരയുന്ന മനുഷ്യൻ്റെ ആ മുഖം കണ്ടു നിന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അത്രേ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന ആ ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അഫാൻ്റെ ഉപ്പ ഇന്ന് രാവിലെ നാട്ടിലെത്തിയിട്ടുണ്ട്. ആ മുഖം കണ്ടവരൊക്കെ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഉള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ മുഖത്തുണ്ടായിരുന്നു അത്രേ. അഫാൻ്റെ ഉപ്പയായ റഹീമിനെ കണ്ടവർക്കൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനാണ് അത്രേ തോന്നിയത്. ആ മനുഷ്യൻ്റെ സങ്കടം മുഴുവനും ആ മുഖത്ത് കാണാമത്രേ. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. തൻ്റെ പൊന്നുമോൻ്റെ ആ ഖബറിടത്തിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ആ ഒരു രംഗം ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. ചുറ്റിക കൊണ്ട് ദേഹമാസകലം അടിച്ചു കൊന്ന തൻ്റെ പുന്നാര മകൻ്റെ ഖബറിന് അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ കണ്ട ആ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത്. അജിച്ചേട്ടാ, ആ ഒരു മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് പടച്ച റബ്ബിൻ്റെ ഒരൊറ്റ കൃപ കൊണ്ട് മാത്രമാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാകും. അത്രക്ക് സഹിക്കാൻ പറ്റാത്ത മരണങ്ങളാണ് നടന്നത് കുടുംബത്തിൽ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ക്ഷമ നീ കൊടുക്കണേ റബ്ബേ, ക്ഷമ കൊടുക്കണേ റബ്ബേ. ചെറിയ കുഞ്ഞു മോനെയാണ് റബ്ബേ ആ ഒരു ഹെമാറ് ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നത് റബ്ബേ. നമുക്ക് തന്നെ അത് പറയാൻ പറ്റുന്നില്ല റബ്ബേ. അങ്ങനെ ഒരു ക്രൂരതയാണ് ആ കുഞ്ഞു മോനോട് കാണിച്ചത്. ആ പ്രായമായ ഉമ്മുമ്മയെ വരെ ഇവൻ വെറുതെ വിട്ടില്ല പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ.
ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. റബ്ബേ, ആ പൊന്നുമോൻ്റെ മരണം നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് റബ്ബേ. ഈ ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. ഞങ്ങൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ തരണേ റബ്ബേ. നെഞ്ചെന്ന് പിടയുകയാണ് റബ്ബേ. ക്ഷമ നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ റബ്ബേ. സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റബ്ബേ. ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബേ. ഇതുപോലെ കൊലപാതകം ചെയ്യാനുള്ള ബുദ്ധി ഒരു മക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. അർഹമുറായുമായ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബേ. നല്ല സ്വാലിഹ്യങ്ങളായ മക്കളാക്കി തരണേ റബ്ബേ. റബ്ബേ, ആ ഉമ്മക്കും ഉപ്പക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മമാരെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. റബ്ബേ, ഇവരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഈ 23 വയസ്സുകാരൻ ഈ ഒരു കൊല എന്തിനാണ് ചെയ്തതെന്ന് എത്രയും പെട്ടെന്ന് നീ തെളിയിച്ചു കൊടുക്കണേ റബ്ബേ. എന്ത് കാരണത്തിലാണ് ഇവൻ ഈ ഒരു കൊല ചെയ്തത് എന്ന് എത്രയും പെട്ടെന്ന് നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെ ദുആ നീ തട്ടിക്കളയല്ലേ റബ്ബേ. റബ്ബേ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ ആ കുടുംബത്തിന് യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ മനസ്സിനൊരു സമാധാനവും കിട്ടും. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.